ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി, അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി, അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പിള്ളേരുടെ അമ്മേനെ. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി, എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല. ചിയേഴ്സ് വിത്ത് ആഷി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോനെ തുടർന്നിട്ട് അത് കണ്ട എല്ലാവരും തന്നെ ഞെട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനും അത് കണ്ടപ്പോഴത്തേക്കും, അതായത് നമ്മളെ ഞെട്ടാനായിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതേപോലുള്ള ഗാർഹിക പീഡനങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ഗുരുതരമായിട്ടൊരു വിഷയം, പിന്നെ അത് ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇതിനൊന്നും ഒരു മാറ്റമില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ആ ഒരു വീഡിയോനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് ആ പുള്ളിക്കാരിയുടെ അമ്മ വീട്ടിനകത്ത് സ്വത്ത് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പൊ ഇത് നടന്നിട്ടിരിക്കുന്ന ഈ ഒരു സമയത്താണെങ്കിൽ ഈ സ്വത്ത് തർക്കം ഇങ്ങനെ കൂടി ലാസ്റ്റ് ഇപ്പൊ ആ വീട്ടിനകത്തുള്ള ഇളയ സഹോദരന്റെ ഭാര്യനെ മൂത്ത സഹോദരൻ വന്നിട്ട് തല്ലി, അതായത് ഹെൽമെറ്റും കൊണ്ട് അടിച്ച് ഡ്രസ്സൊക്കെ വലിച്ചു കീറി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിനകത്ത് അവർ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ അത്രയും ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ FIR ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇന്ന് അഗൈൻ ഈവനിങ് ആയപ്പോ വീട്ടില് കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തുകയും അതേപോലെ തന്നെ വലിച്ചു കീറി അവൾ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടാവും, കറക്റ്റ് സമയം എനിക്കറിയത്തില്ല, പുറകിൽ നിന്ന് 3 പേര്, ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ 2 ആൾക്കാരും കൂടെ പുറകിൽ നിന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ്. ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി, അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി, അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള 3 പിള്ളേരുടെ അമ്മേനെ. 3 പിള്ളേരുടെ അമ്മ ആരും ആയിക്കോട്ടെ, എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യം. നാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു, ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേരെ ഒന്ന് കൊണ്ടുപോകും ചോദിച്ചിട്ട്. എനിക്കിപ്പോ ഞാൻ കാരിങ് ആയിട്ടിരിക്കുന്ന കാരണം ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡും പപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി. കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടിട്ട് ഇവരിറങ്ങുന്നത്. ഹസ്ബൻഡ് ചെല്ലുമ്പോൾ ആൾക്ക് ബോധമില്ല, അടിച്ച് വീണ് റോട്ടിൽ കിടക്കുക, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടു. അപ്പൊ പോലും ഒരു മനുഷ്യനെ ഇടപെടില്ല. അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു, അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല. മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കേട്ടല്ല, അതായത് ഉണ്ടായ സംഭവം എന്താന്ന് മനസ്സിലായല്ല. അപ്പൊ ഇത്രത്തോളമൊക്കെ സംഭവിച്ചിട്ടും പോലീസ് ഇതിനകത്ത് വേണ്ട നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം അവരുടെ കാശുണ്ട്, അതേപോലെ പൊളിറ്റിക്കൽ പവർ ഉണ്ട്, അതുകൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്താലും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഒന്നും ഉണ്ടാവൂല. ഇനിയിപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പൊ ഒരു പറയുന്നത് കേട്ടല്ല, അത് ആദ്യം തന്നെ വീട്ടിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും അപ്പൊ തന്നെ പോലീസിനെ വിളിച്ച്, അതായത് വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ വലിച്ച് കീറി അവസാനം അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ പോലീസിന് ഈ സംഭവം അറിയിച്ച് അവിടെ എത്തണേന് മുന്നേ തന്നെ ഈ ഭർത്താവിന്റെ ചേട്ടനും അതേപോലെ കൂട്ടുകാരൊക്കെ കൂടെ വന്ന് ഇവരെ തല്ലി ഹെൽമെറ്റും കൊണ്ട് അടിച്ച് ഡ്രസ്സ് കീറി. എന്റെ പൊന്ന് എന്തൊക്കെയാണ്. അപ്പൊ ഇത്രത്തോളമൊക്കെ ചെയ്തിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ടായി, എന്നിട്ട് അങ്ങേരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ പിന്നെ പോലീസ് ഇതിന് വേണ്ട നടപടി ഒന്നും എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് ഒരു വിഷയത്തിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. കാരണം ഇങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോഴാണ് നമുക്ക് പോലീസിനോടും അതേപോലെ നിയമത്തിനോടൊക്കെ ഉള്ള വിശ്വാസം പോകുന്നത്. കാര്യം നമ്മളൊക്കെ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കേണ്ടെന്നുള്ള നമുക്കൊക്കെ ഒരു വിശ്വാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പോലീസും അതേപോലെ നിയമമൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരോടൊക്കെ ഉള്ള വിശ്വാസം പോണേണ്. അപ്പൊ നമുക്ക് ഇവരുടെ തന്നെ ഒരു ബൈറ്റും കൂടെ ഉണ്ട്, അതായത് ലിറ്റി എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ബൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു. എന്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മ, അപ്പൻ, ഭർത്താവിന്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങള്, ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള്, ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് 7 വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിന്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എന്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു.
അന്ന് ഈ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാള് എൻ്റെ വീട്ടിൽ കയറി വന്ന്, ഞാൻ താമസിക്കുന്ന, എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസിട്ടു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനുശേഷം ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയി. ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത്. അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിയായപ്പോൾ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനെ അവൻ തല്ലിച്ചതച്ച്, എൻ്റെ അപ്പൻ BP പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ്. എൻ്റെ അപ്പനെ തല്ലിച്ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് കള്ളക്കാര്യം പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി. അവൻ നിർമ്മാതി കിടപ്പുണ്ട്. ഇതിപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം. പട്ടീനെ തല്ലി ചതയ്ക്കുന്നവളാണ് എന്നെ ഈ അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഇട്ട് അടിക്കുകയും ഞാൻ പുറന്തള്ളി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടി മെതിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പന് സുഖമില്ല. എൻ്റെ പുറം ഇടിച്ചതിൻ്റെ വേദന നല്ലോണമുണ്ട്. തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല. തല വേദന എടുത്തിട്ട് പറ്റണില്ല. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ പോലീസിനെ, എൻ്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു. ഇതുവരെയായിട്ട് അവർ വന്നിട്ടോ എൻ്റെ മൊഴി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും ഇതിന്റെ സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഒരു സ്ത്രീനെ ഇത്രയും വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു. എനിക്ക് എല്ലാവരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്. എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി. എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല. എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായത്തിന്. എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കേട്ടല്ല അവർക്ക് പറയാനുള്ളതെല്ലാം. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനെതിരെ പോലീസ് നടപടി എടുക്കുമായിരിക്കും. ആർക്കെതിരെ? ഈ ലിറ്റി എന്ന് പറഞ്ഞ ഇവർക്കെതിരെ ചിലപ്പോൾ വേണമെങ്കിൽ നടപടി എടുക്കും. കാര്യം ഈ തല്ലിയെന്ന് പറയുന്നവനാണ് കള്ളക്കേസ് കൊടുത്ത് കിടക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിനകത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പൊ വേണമെങ്കിൽ ചിലപ്പോൾ അവന്റെ കേസ് എടുത്തിട്ട് ഈ പുള്ളിക്കാരിക്കെതിരെ വേണമെങ്കിൽ കേസ് എടുത്തിട്ട് ഈ പുള്ളിക്കാരിനെ വേണമെങ്കിൽ ജയിലിലാക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നിയമത്തിന് കിടപ്പ് വശം. കാര്യം അവരുടെ കാശുണ്ടോ, അവരുടെ പൊളിറ്റിക്കൽ പവർ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടായിരിക്കും നിയമവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. കാര്യം ഇവിടെ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു സംഭവം പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ 7 വർഷമായിട്ട് ഇവർ ഇത് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ വീട്ടിൽ നിന്നാണെങ്കിലും വർഷങ്ങളായിട്ടുള്ള ഇതാണ്. ഇപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംഭവം അല്ല. ഇപ്പൊ ഇവരുടെ വീട്ടിനകത്തുള്ള അച്ഛൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇതേപോലെ അവരെയും തല്ലി പുറത്താക്കി. അപ്പൊ അങ്ങനെ ഇതൊരു ഗുണ്ടായിസം പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവരുടെ ഹസ്ബൻഡ്, അതായത് കെട്ടിയോന്ന് പറഞ്ഞ ഒരാളുണ്ട്, പക്ഷെ ആ ആളെ പറ്റി എവിടെയും കേട്ടിട്ടില്ല. അതൊരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കണേണ്. എന്തായാലും ചോദ്യചിഹ്നമായിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം. ഇതേപോലുള്ള ഇത്രയൊക്കെ ചെയ്തിട്ടും, അതായത് ഇപ്പൊ ചേട്ടൻ വന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ചേട്ടനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കെട്ടിയോനാണെങ്കിൽ പിന്നെ ആ കെട്ടിയോനെ പറ്റി പ്രത്യേകിച്ച് ഗുണമുണ്ടെന്നൊന്നും തോന്നുള്ളൂ. അതവിടെ ഇരുന്നോട്ടെ. അപ്പൊ എനിക്ക് ഇത്രയാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഇവർക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ വേണ്ട, ഇത്രയും വിഷയം ആയതുകൊണ്ട് ചിലപ്പോൾ വല്ല നീതി കിട്ടിയേക്കാം. അപ്പൊ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ.